ഇപ്പോൾ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ജോഷി അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജോഷി, ഇപ്പോൾ ഈ സ്കൂളിൽ 2 കുട്ടികൾ കൂടി സ്കൂൾ വിട്ടു പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിലെ ആ സാഹചര്യത്തിൽ ആ പരാതിക്കാരിയായ കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ 2 കുട്ടികൾ ആ സ്കൂൾ വിട്ടു പോകാൻ പോകുന്നു എന്നുള്ള ഈ തീരുമാനം ഇപ്പോൾ വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ജോഷി? ഇതുവരെ നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവുമില്ല. ഇനി ചൊവ്വാഴ്ചയാണ് അടുത്ത പ്രവൃത്തി ദിവസം. അപ്പൊ ഇത് എപ്പോ തീരുമാനിച്ചു എന്നുള്ള പോലും നമുക്കറിയില്ല. TC-ക്കായി അപേക്ഷ നൽകി എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇല്ല, നമുക്ക് എന്റെ അറിവിലില്ല. അത് തന്നെയല്ല, നമ്മളിപ്പം ഈ ദിവസങ്ങളിലെല്ലാം അവധിയായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ ഈ TC-ക്ക് അപേക്ഷ നൽകി എന്നുള്ളതാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. അത് എത്രാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഈ പറയുന്ന പോലെ ഒരുപാട് വാർത്തകള്, ഒരുപാട് അപവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇത് അപവാദമല്ല. ആ കുട്ടിയുടെ മാതാവ് സംസാരിച്ചതാണ്, അവരുടെ പ്രതികരണമാണ്. അതറിയില്ല. ഇനി ചൊവ്വാഴ്ചയാണ് പ്രവൃത്തി ദിവസം. ഇതുവരെ നമുക്കൊരു അപേക്ഷ വന്നിട്ടില്ല. നമ്മുടെ ഇന്നൊരു അപേക്ഷ ഫോം കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ ഒരു നീക്കം ഇപ്പൊ അവർ പറയുന്നുണ്ട്. അത് അവരെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ശ്രീ ജോഷി. ഈ സാഹചര്യത്തിൽ പറയുന്ന ആൾക്കാരെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യം അത് അവർ പറഞ്ഞതായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ഞങ്ങളോട് ആവശ്യപ്പെട്ടതായിട്ട് എന്റെ അറിവിലില്ല. ശരി, അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ജോഷി? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലാണല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ആ വ്യക്തിപരമായിട്ട് അവരുടെ തീരുമാനം അവർക്കാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഈ സ്കൂളാണ്, കുട്ടികളാണ്, ഇത്തരമൊരു വിവാദത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു PTA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അവർ ആപ്ലിക്കേഷൻ ഫോമിൽ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കിയാലല്ലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അവര് പറയുന്നതും ഇവര് പറയുന്നതും അല്ല. ഈ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ അതിൽ അവരെന്താണോ കാരണം പറയുന്നത് വ്യക്തമാക്കിയാലല്ലേ എനിക്കൊരു പ്രതികരണം നടത്താൻ പറ്റത്തുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ, അത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകൾ, അങ്ങനെ ആ ചർച്ചകളൊക്കെ ഉണ്ടാകാൻ ഇടയാക്കിയത് എന്താണ് ശ്രീ ജോഷി? ചില പ്രതികരണങ്ങൾ കൂടിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനിയും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു വിരഹത ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം ഇനി ആവർത്തിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനായിട്ട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ കൂടി ഇരിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നാൽ എന്തായിരിക്കും സ്കൂളിന്റെ നിലപാട്? ഉത്തരവ് ശിരസാ വഹിക്കും. അപ്പോൾ ഈ നിലവിലുണ്ടായ ഈ വിവാദങ്ങളിൽ അതിൽ ഈ സ്കൂൾ അധികൃതർക്ക് യാതൊരു പങ്കുമില്ല എന്നാണോ ശ്രീ ജോഷി? ഞങ്ങള് ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കട്ടെ. 4 മാസക്കാലം ഈ സ്കൂൾ ശാന്തമായി പ്രവർത്തിച്ചു എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചാനലുകളും പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണം? വരുമ്പോ തന്നെ ഈ ഒരു ഇടക്കാലം, ഈ പറയുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഈ വിഷയങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിനകത്ത് ഈ പ്രതികരിച്ച് കഴിഞ്ഞു, നിലപാടുകളും വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് ഇനി കോടതിയുടെ വിധി വരട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് വിധി വന്നാലും കോടതി വിധി അംഗീകരിക്കണമല്ലോ. അത് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കോടതിയെ ബഹുമാനിക്കുന്നത് കൊണ്ടും രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ടും കോടതി വിധിക്കുന്നത് എന്താണോ അത് ശിരസ വഹിക്കും. ഈ 2 കുട്ടികൾ അപ്പോൾ ഈ സ്കൂൾ വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും സ്കൂളിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ പറയുന്നത്. അതെ. ഒന്നത് പ്രവൃത്തി ദിവസം അല്ലല്ലോ. പ്രവൃത്തി ദിവസം അല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു അപേക്ഷ ഒക്കെ അവര് എവിടെ വരും? സ്കൂള് തുറന്നാലേ, ഓഫീസ് തുറന്നാലേ നമുക്കിത് അപേക്ഷ ഫോം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നാളെ അവധിയാണ്. മറ്റന്നാൾ അവരെ വരുമ്പോൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരാളുടെയും TC തടഞ്ഞു വെക്കാനോ കൊടുത്തുവിടാനോ പറ്റില്ലല്ലോ. ശരി, സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ ജോഷി അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത്. കോടതി വിധി വരട്ടെ, അത് വന്നാൽ അതനുസരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും 2 കുട്ടികൾ ഇപ്പോൾ സ്കൂൾ വിടാൻ ഒരുങ്ങുന്നു. അവരുടെ മാതാവാണ് നേരത്തെ സംസാരിച്ചത്. നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, TC വാങ്ങാനുള്ള തീരുമാനം എന്നാണ് മാതാവ് പറഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായൊരു അപേക്ഷ സ്കൂളിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് PTA പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, ഈ PTA പ്രസിഡന്റ് പറയുന്ന അത്തരം ഒരു അപേക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.